കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടോ? എങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കണ്ട. ഇനി ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് വാങ്ങിയാൽ ബീഫ് വരട്ടും, ഫ്രൈ ചെയ്യും, തേങ്ങ അരച്ച് കറി വെക്കും. ഇതല്ലേ? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബീഫ് കൊണ്ടാട്ടം ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഞാനിതാ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ട് വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നുള്ള് ഉപ്പിട്ടാൽ മതി. ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അത് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചൂടായ ഓയിലിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓൾറെഡി കുക്ക് ചെയ്ത ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇനി വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പീസ് ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും നീളത്തിൽ കട്ടാക്കിയതും ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ഈ വെളിച്ചെണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ 2 വറ്റൽമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ബാക്കി വന്ന ബീഫ് വേവിച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ചൂടാക്കി എടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.